ബാക്ക് ടു Xylem ലേണിംഗ്. അഭി മിസ്സാണ്. സോ മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് വേറൊന്നുമല്ല, ഒരു കഥയാണ്. കഥയെന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള രണ്ട് കുട്ടികളുടെ കഥ. ഈ രണ്ട് കുട്ടികളും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ടൂറ് പോവുകയാണ്. ഒരു ദൂരയാത്രയാണ്, കുറേയധികം ദൂരെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷീണവും അതുപോലെ ബോറടിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം ബോറടിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, നമുക്ക് എന്നാ ഒരു ഗെയിം കളിച്ചാലോ? വേറൊന്നല്ല, ഇനി പോകുന്ന റെഡ് കാറുകൾ നമ്മൾ എണ്ണണം. എത്ര റെഡ് കാറുകൾ നമ്മുടെ അടുത്തൂടെ പോകുന്നുണ്ട് എന്ന് നമ്മൾ എണ്ണണം. അപ്പോൾ അവർ നോക്കുമ്പോഴേക്കും അവരുടേതാ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ കുറേ റെഡ് കാറുകൾ കാണുന്നുണ്ട്, സൈഡിൽ നിർത്തിയിടുന്ന റെഡ് കാറുകൾ കാണുന്നുണ്ട്, ഓവർടേക്ക് ചെയ്ത് അവരെ വരുന്ന റെഡ് കാറുകൾ കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇത്രയും നേരവും അവർ കണ്ടിട്ടില്ലാത്ത കളറ് ഒരു റെഡ് കാറുകൾ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരിൽ ഒരാൾ സംശയമായിട്ട് ചോദിച്ചു, ഇത്രയും നേരം നമ്മൾ ഈ വഴിയിൽ റെഡ് കാറുകൾ അധികം ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല. നമ്മളിതിനെ എണ്ണാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഇത്രയധികം റെഡ് കാറുകൾ പ്രത്യക്ഷപ്പെടുന്നത്? വേറൊന്നുമല്ല, ഇതിനു മുമ്പും ആ റെഡ് കാറുകൾ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ വഴിയെ കടന്നു പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വഴിയരികിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റെഡ് കാറുകളൊന്നും അവരുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. റെഡ് കാറുകൾ എണ്ണണം എന്ന ആഗ്രഹത്തോടു കൂടി അവർ നോക്കിയപ്പോൾ മാത്രമാണ് അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടതല്ലേ. സോ ഇതാണ് മിസ്സിന് നിങ്ങളോടും പറയാനുള്ളത്. യു സീ വാട്ട് യു ആർ സെർച്ചിങ് ഫോർ, യു നോട്ടീസ് വാട്ട് യു വോണ്ട് ടു സീ. നമുക്ക് എന്ത് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. നമുക്കൊരു അംബീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റുക അല്ലേ. സോ നമുക്കൊരു കാര്യം വേണമെന്ന് തീവ്രമായി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കും എന്ന് ആൽക്കെമിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചത് എന്താണ്? പണ്ടും ഈ കുട്ടികളെ കടന്നു പോകുന്ന റെഡ് കാറുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരത് ശ്രദ്ധിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചെന്നപ്പോൾ മാത്രമാണ് അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടതല്ലേ. അതുകൊണ്ട് നമുക്ക് ഇന്ന ആളാവണം അല്ലെങ്കിൽ ഇന്നതുപോലെ പഠിക്കണം എന്നൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നാണ് മിസ്സിന് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള കുറച്ച് ടെക്നിക്കുകളും കൂടിയാണ് മിസ്സ് പറഞ്ഞു തരുന്നത്. വേറൊന്നുമില്ല, ഫസ്റ്റ് വണ്ണാണ്, നമ്മൾ പഠിക്കുമ്പോൾ ഫുൾ മാർക്ക് വേണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പാസ്സാവണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലേ. അങ്ങനെ പാസ്സാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യാനുള്ള ഒരു 3 ടെക്നിക്കാണ് മിസ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പേസിങ് എഫക്റ്റ് ആണ്. എന്താണ് സ്പേസിങ് എഫക്റ്റ്? വേറൊന്നുമല്ല, നമ്മളോട് ഒരു ചാക്കരി ഒറ്റയ്ക്കെടുത്ത് പൊക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടുവെക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കഷ്ടപ്പെട്ട് ഒരു ചാക്കരി പൊക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ പകരം നമ്മൾ വേറെ ഒരു ചാക്ക് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ പൊക്കാൻ പറ്റുന്ന അളവുകൾ എടുത്തുകൊണ്ട് പോയി അപ്പുറത്തേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെയുള്ള അരികൾ മൊത്തം നമുക്ക് അപ്പുറത്തേക്ക് മാറ്റാം. ഒറ്റയടിക്ക് നമുക്ക് പൊക്കിക്കൊണ്ട് പോകാൻ സാധിക്കാത്തത് നമ്മൾ ഇതേപോലെ സമയമെടുത്ത് നമ്മൾ കുറേശ്ശെയായിട്ട് ചെയ്തപ്പോൾ നമുക്ക് നടന്നു അല്ലേ. ഇതേപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യവും. നമ്മൾ എക്സാമിൻ്റെ തലേന്ന് എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരേ സമയം കുത്തിയിരുന്ന് പഠിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുമോ? ഇല്ല. പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇൻ്റർവെല്ലുകളാണ്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു കപ്പാസിറ്റി എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ 1 മണിക്കൂർ പഠിച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പിന്നീട് പഠിക്കുക. അല്ലാണ്ട് കുത്തിയിരുന്ന് ഒറ്റയടിക്ക് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും അത് പ്രോസസ്സ് ആക്കാൻ പറ്റില്ല. സോ സ്പേസിങ് എഫക്റ്റ് പഠിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പഠിക്കുമ്പോൾ ചില കുട്ടികൾക്ക് മ്യൂസിക് കേട്ട് പഠിക്കാൻ പറ്റും അല്ലേ. എന്തുകൊണ്ടാണ് ഈ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ ബ്രെയിൻ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും ഈ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള സ്ലോ വോയിസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം ആ ഒരു മ്യൂസിക് കേട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ ബ്രെയിനിലേക്ക് വായിച്ചെടുക്കാനും അത് മെമ്മറിയിൽ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു മ്യൂസിക് തെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിറിക്സ് ഉള്ള മ്യൂസിക്കുകൾ, അല്ലാണ്ട് നമ്മൾ മ്യൂസിക് കേൾക്കാൻ മിസ് പറഞ്ഞ ഉടനെ ലിറിക്സ് ഉള്ള മ്യൂസിക്കുകൾ കേൾക്കരുത്, നമുക്ക് അർത്ഥം മനസ്സിലാകുന്ന ഭാഷയിലുള്ള മ്യൂസിക്കുകൾ കേൾക്കരുത്. വളരെ മെലോഡിയസ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള, ഒരു സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക് വേണം നമ്മൾ പ്ലേ ചെയ്യാൻ ആ സമയത്ത്.
സോ ലാംഗ്വേജ് അല്ലാന്നുണ്ടെങ്കിൽ ലിറിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ചിലപ്പോൾ ആ ഒരു പാട്ടിൻ്റെ വരികളിലേക്ക് പോകും. അത് പാടില്ല. ലൈറ്റ് ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സെൽസ് ആ സമയത്ത് ആക്റ്റീവ് ആവും. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് രണ്ടാമത്തത്. മൂന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. പ്രോപ്പർ ടൈമിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മനുഷ്യരാണല്ലേ, റോബോട്ടുകളൊന്നുമല്ല സ്റ്റോർ ചെയ്ത് വെക്കാൻ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മറക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വീക്കെൻഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക. അങ്ങനെ ആയിരിക്കും നമുക്കത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക. സോ റിവിഷൻ എന്ന് പറയുന്നത് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു ഘട്ടമാണ്. ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിൽ പ്രോപ്പറായിട്ടുള്ള സമയമെടുത്ത് കുറേശ്ശെയായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.